ഒരു ജാതി വാർത്ത. ആലുവ പുഴയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. റെയിൽവേ ട്രാക്കിൽ നിന്ന് തലവെച്ച് മരിക്കുന്ന ആളുകളുണ്ട്. ഇനി മരണത്തെ മുഖാമുഖം കണ്ട് ഭയക്കാതെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ സ്ഥിരമായി വർഷങ്ങളോളം പോയിരുന്ന ചൈനയിലെ ഏറ്റവും വലിയ പാലമായ നാൻജിങ് യാങ്സി നദീപാലത്തിൽ 21 വർഷത്തിലേറെയായി ചെൻസി എന്ന് പറയുന്ന ഒരാൾ ആളുകളെ നിരീക്ഷിച്ചിരിക്കുകയാണ്. ഒറ്റക്കാര്യാണ്, നിരാശയുടെ വക്കീൽ നിന്നുകൊണ്ട് ഏകദേശം അയാൾ 500 പേരെ രക്ഷിച്ചിട്ടുണ്ട്. അതായത് ഇനി അടുത്ത സ്റ്റെപ്പ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക എന്നുള്ളതായിരുന്നു ഉദ്ദേശമെങ്കിൽ നമ്മുടെ ചെൻസിയുടെ പിറകെ ചെന്ന് അവരെ സൗഹൃദപൂർവ്വം അവരോട് സംസാരിക്കും. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരുമാതിരി എല്ലാ പ്രശ്നം തീർത്ത് അങ്ങനെ അദ്ദേഹം വിടും. ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി. 1968 2006 ഇടയിൽ 2000 മുകളിൽ ആളുകൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചെൻസി സാറ് അവിടെ ചാർജ് എടുത്തതിന് ശേഷം ആളുകൾക്ക് ആരെങ്കിലും മരിക്കണം തോന്നുകയാണെങ്കിൽ ആ പാലത്തിൽ കയറിയിട്ടൊരു കാര്യമില്ലാണ്ടാവും. കാരണം ആ പാലത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂടെ ചെൻസിയുണ്ട്. ഇതുപോലെ നമ്മുടെ അവിടെയും ദൈവങ്ങളെ പോലെ അവതരിക്കുന്ന ആളുകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.